ഹലോ! വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല ടയേർഡായിട്ടിരിക്കുകയാണ് കേട്ടോ. ഒട്ടും സമയം കളയാതെ റെഡിയായിട്ട് ഞാൻ പുറത്തേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വന്നിട്ടുള്ളത് വേറെ എങ്ങോട്ടുമല്ല, എൻ്റെ സ്വന്തം മെഗാസിറ്റി മോളിലേക്കാണ്. വീക്ക് ഡേ ആയതുകൊണ്ടും ഉച്ച സമയമായതുകൊണ്ടും അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഏട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഏട്ടന് ഡ്രസ്സും പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ടാണ് മോളിലേക്ക് വന്നത്. ഇത് സ്മൂറാണ്. ഇവിടുന്ന് ഞാൻ 2 കപ്പ് കേക്കൊക്കെ വാങ്ങിച്ചു. എനിക്ക് ഇവിടുത്തെ റെയിൻബോ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ മോളിൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് പൂക്കൾ വാങ്ങാനായിട്ടാണ്. എനിക്ക് ഫ്ലവേഴ്സ് നല്ല ഇഷ്ടമാണ്. പിന്നെ ഏട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് റോസാപ്പൂ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പ്രത്യേകിച്ച് ഒക്കേഷനൊന്നും ഇല്ലെങ്കിലും വീട്ടിൽ ഫ്ലവേഴ്സ് വാങ്ങി വെക്കുന്നത് എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ വേണ്ട ഒരുവിധ സാധനങ്ങളൊക്കെ കിട്ടിയ ശേഷം ഞാൻ ഓട്ടോ ഒക്കെ ബുക്ക് ചെയ്തു വീട്ടിലേക്ക് പോകാനായിട്ട്. ഏട്ടൻ നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീടെത്തിയത് ഞാൻ ഏട്ടനെ കൊണ്ട് വാങ്ങിച്ച ഡ്രസ്സുകളൊക്കെ ഒന്ന് ഇടിയിപ്പിച്ച് നോക്കിയിട്ടോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാമല്ലോ. ഭാഗ്യത്തിന് ഏട്ടനെല്ലാം ഇഷ്ടമായി. ഏട്ടൻ പിന്നെ തിരിച്ച് വർക്കിന് തന്നെ കയറി. ഞാൻ ആ നേരം കൊണ്ട് ഒരു കേക്ക് വാങ്ങാനായിട്ട് പുറത്തേക്കും വന്നു. ബർത്ത്ഡേ വലിയ കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫ്രണ്ട്സും കസിൻസൊക്കെ ഒരു 10 ആയപ്പോൾ എത്തി. അതുകൊണ്ട് സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. 12 മണി ആയപ്പോൾ തന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു. ഞാൻ വാഞ്ചോ കേക്കാണ് കേട്ടോ വാങ്ങിയത്, ജസ്റ്റ് ബേക്കെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വർക്ക് കഴിഞ്ഞിട്ട് നല്ല ടയേർഡ് ആവുന്നതുകൊണ്ടും ടൈം ഇല്ലാത്തതുകൊണ്ടും ആ പരിപാടി വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ട് ജസ്റ്റ് ബേക്കുന്ന നല്ല കേക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റി. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഏട്ടൻ എല്ലാവരും കൊടുത്ത് ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്തു കേട്ടോ. ഏട്ടൻ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും വീട്ടിലേക്ക് പോയി. രാവിലെ എണീറ്റതും ഞാൻ ഓരോ പരിപാടിയായിട്ട് ചെയ്യാനൊക്കെ തുടങ്ങി. എനിക്കിന്ന് വർക്കില്ല കേട്ടോ. ഏട്ടൻ പിന്നെ വർക്കിന് കയറി. ഇന്ന് ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല, വർക്ക് ഫ്രം ഹോം ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ഞാനൊരു സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഏട്ടന് സേമിയ പായസം നല്ല ഇഷ്ടമാണ്. എനിക്ക് പിന്നെ പാൽ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് വേറെ ഒന്നും ഉണ്ടാക്കണില്ല. പിറന്നാൾ ഫെബ്രുവരിയിലാണ് വരുന്നത്. അപ്പോൾ അന്ന് സദ്യ ഉണ്ടാക്കണം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യണത്. ഉച്ചയ്ക്ക് ഫുഡിന് തലേ ദിവസം വാങ്ങിയ ബിരിയാണി ബാക്കിയുണ്ടായിരുന്നു. അതുതന്നെയാണ് കഴിച്ചത്. ഈവനിങ് ഏട്ടൻ്റെ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ റെഡി ആയിട്ട് ഇവിടെ അടുത്തുള്ളൊരു ബ്രൂ പാർക്കിൽ പോവുകയാണ്. സീറ്റൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് ട്രീ ഒക്കെ എപ്പോഴും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ മനഃപൂർവ്വം മാറ്റാത്തതാണ്. ജനുവരി അവസാനം വരെ ഞാൻ എപ്പോഴും വെക്കാറുണ്ട്. ഇവിടെ വീട്ടിൽ വരുന്നവരൊക്കെ ഇത് ഇനിയും ഇവിടുന്ന് എടുത്ത് വെക്കാറായില്ലേ എന്ന് ചോദിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഫൈനലി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ലിഫ്റ്റ് പ്രസ് ചെയ്താലേ താഴെ പോകാൻ പറ്റുമെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉരുവിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഇവിടേക്ക്. ഞാൻ ഇട്ടിട്ടുള്ള ഈ ടോപ്പ് എൻ്റെ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട് ഗോവിന്ദ് തന്നതാണ് കേട്ടോ. കുറച്ച് ജും തിളക്കം ടോപ്പ് ആയതുകൊണ്ട് നല്ല പാർട്ടി വൈബിൽ ഇടാൻ വേണ്ടി എടുത്ത് വെച്ചിട്ട് 1 വർഷം പോയി എന്നല്ലാതെ എനിക്ക് സ്പെഷ്യൽ ഒക്കേഷൻ ഒന്നും തന്നെ കിട്ടിയില്ല. പിന്നെ ഇന്ന് അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ ഉരുവിൽ ഇതുവരെ 2 വട്ടം വന്നിട്ടുണ്ടേ. ആദ്യം വന്നത് എൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് എൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ വന്നപ്പോഴും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് അടുത്താണ്. പിന്നെ ഇവിടെ നല്ല സ്പേഷ്യസ്, കാം ആൻഡ് പീസ്ഫുൾ ആയതുകൊണ്ട് തന്നെ എനിക്കിവിടെ നല്ല ഇഷ്ടമാണ്. സീറ്റിലൊന്ന് സെറ്റിലായ ശേഷം സ്കാൻ ചെയ്തിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് കിട്ടണവരെ ആസ് യൂഷ്വൽ ഇനി ഫോട്ടോ ആൻഡ് വീഡിയോ പിടുത്തമൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ ചുറ്റും തിരക്കി കൺജസ്റ്റഡ് ആയിട്ട് സാധനങ്ങൾ ഇരിക്കണത് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ എവിടെ കഴിക്കാൻ ചെന്നാലും ഞാൻ കംഫർട്ടബിൾ ആയിട്ട് ഫുഡ് അടിക്കാനുള്ള സ്പേസ് ആദ്യം തന്നെ ഉണ്ടാക്കും കേട്ടോ. സാധാരണ ഞാൻ എവിടെ പോകുമ്പോഴും ജാക്കറ്റ് ഇടാറുണ്ട്. ഏട്ടൻ എന്നോട് 100 വട്ടം പറഞ്ഞതാണ് ജാക്കറ്റ് ഇടാനായിട്ട്. ഇന്ന് എൻ്റെ ഒരു അഹങ്കാരത്തിൻ്റെ പുറത്ത് ഞാൻ ജാക്കറ്റ് ഇട്ടില്ല. അതുകൊണ്ട് തന്നെ തണുത്ത് വിറച്ച് ഞാനൊരു വിധമായിട്ടുണ്ടായിരുന്നു. ഓർഡർ ചെയ്ത് ജ്യൂസ് ആദ്യം തന്നെ കിട്ടി. എന്ത് സാധനം കിട്ടിയാലും ചാടി കയറി ടേസ്റ്റ് ചെയ്യുന്ന ആളാണ് ഏട്ടൻ. സാധാരണ ജ്യൂസൊക്കെ നല്ല അടിപൊളി ആവാറുണ്ട്. വെറൈറ്റി നോക്കി ഓർഡർ ചെയ്ത ഈ ജ്യൂസ് എന്തായാലും 60% ഫ്ലോപ്പ് ആയിട്ടുണ്ട്. കഴിക്കാൻ ആൽഫ്രെഡോ പെന്നെ പാസ്തയും പിന്നെ മിക്സഡ് വെജിറ്റബിൾസിൻ്റെ പരിപ്പുവട പോലെ തോന്നിക്കണ ഒരു ഐറ്റമാണ് ഓർഡർ ചെയ്തത്. അത് രണ്ടും നല്ല അടിപൊളിയായിരുന്നു.
ഈ കാണുന്നത് ഇവിടെ ബാക്കിലുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഫുഡ് കഴിച്ച ശേഷം അവിടെ ചുറ്റി കറങ്ങാനായിട്ടൊന്ന് ഇറങ്ങിയതാണ്. വീഡിയോസ് ആൻഡ് ഫോട്ടോസ് ഇല്ലാത്തൊരു പരിപാടി എനിക്കില്ലാത്തതുകൊണ്ട് അതും സൈഡിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ഈ കുപ്പി നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി ചാരി നിന്നപ്പോൾ മുഖം കുത്തി വീഴേണ്ടതായിരുന്നു. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. എന്തായാലും ഇവിടുത്തെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ സ്പോട്ട്സ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ മിററുള്ള സ്ഥലമാണ്. എൻ്റെ ബർത്ത്ഡേക്ക് വന്നപ്പോൾ അന്ന് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് നിന്നിട്ട് ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഏട്ടൻ്റെ ബർത്ത്ഡേക്ക് ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളും ഇവിടെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. സമയം ഏകദേശം ഒരു 10-10:30 ആയി. വേറെ പ്രത്യേകിച്ച് ഇനി പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഈ ബ്രൂ പാർക്ക് പെറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. അവിടെ ലൈറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് പോയതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഒരു ബോർഡിൽ പെറ്റ് എൻട്രി എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. പിന്നെ ഇരിക്കാനായിട്ട് അവിടെ സീറ്റൊക്കെ ഉണ്ട്. സീറ്റിൻ്റെ നേരെ മേലെയായിട്ട് ലൈറ്റ്സും ഉണ്ടായിരുന്നു. ഫോട്ടോ നന്നായിട്ട് എടുക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുപ്പിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ ഒരു പൂതിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു വെച്ചു. വളരെ ചെറുപ്പം തൊട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ഫോട്ടോ എടുക്കുക, അതിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതൊക്കെ. ഇപ്പോൾ പിന്നെ പണ്ടത്തെ അത്ര വട്ടില്ലെങ്കിലും ഫോട്ടോ എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമൊക്കെ തന്നെയാണ്. എനിവേയ്സ്, എനിക്കിന്ന് നല്ലൊരു ദിവസമായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബൈ.